ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ദുബായില് പല സ്ഥലങ്ങളിലും പൊടിക്കാറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ബാധിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങള് ഇന്നലെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നു, ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു JVCയിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ലൊക്കേഷനിലേക്ക് ഞാനിപ്പോ പോവാണ്. പൊടിക്കാറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഫുൾ നമ്മള് നോക്കുമ്പോ ട്രാവൽ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനപ്പോ നിങ്ങളെ ലൊക്കേഷനൊക്കെ കാണിക്കും, അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. എന്റെ ഒപ്പം ഷഹാന, എന്റെ ഒപ്പം നിസ്യ, പിന്നെ ഞങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റർ. ഹലോ. ഓക്കെ, ഹെസ്ട്രോ ആണ് വണ്ടി ഓടിക്കുന്നത്. ഹെസ്ട്രോ, ഫുൾ പൊടിക്കാറ്റാണ് കേട്ടോ. നമ്മൾ ലൊക്കേഷനിൽ പോയാൽ എന്താവും അറിയില്ല, കാരണം ഇത് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടോ? JVCയില് എവിടെ നോക്കിയാലും നമുക്ക് കൺസ്ട്രക്ഷൻസ് കാണാം. കഴിഞ്ഞ 2 വർഷവും ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ പ്രൊജക്ട് JVCയിലെ സർക്കിൾ മാളിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഞങ്ങൾ സർക്കിൾ മാളിലാണ് ഇപ്പോ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. നല്ല പൊടിക്കാറ്റൊക്കെയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം ഒരുപാട് പേര് എന്റെ അടുത്ത് ലൊക്കേഷൻ ഇത് തന്നെയാണോ, നിങ്ങൾ പറയുന്ന പോലെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ലൊക്കേഷനിൽ ചെന്നിട്ട് കാണിക്കാവേ. നമ്മള് ഈ ദുബായിലെ ചൂടത്ത് പുറത്തുനിന്ന് ഈ മാളിലേക്ക് AC-ലേക്ക് കയറുമ്പോ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ നമുക്കൊരു മോള് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പച്ചക്കറി സാധനങ്ങൾ അങ്ങനെയാണെങ്കിൽ, ബ്രാൻഡഡ് ഐറ്റംസ് ആണെങ്കിൽ അത് ഇപ്പൊ ഇവിടെ മെഡിക്കൽ സെന്റർ ഉണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഐറ്റംസ് വേണമെങ്കിൽ സ്കെച്ചേഴ്സ് ഉണ്ട്, ഫ്ലോർമർ ഉണ്ട്, ഇങ്ങനെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും നമുക്ക് അടുത്തുണ്ട്. പിന്നെ ഇപ്പൊ ഫുഡ് കോർട്ട് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ. അപ്പൊ ഇങ്ങനെ എല്ലാ അവൈലബിലിറ്റിയും എല്ലാ ആവശ്യ സാധനങ്ങളും നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വരികയാണ്. അവരൊക്കെ പ്രെയറിന് പോയേക്കുവാണ്. അപ്പൊ ഞാനിങ്ങനെ മാളിന്റെ അകത്ത് തന്നെ ഒരു ഷോപ്പിൽ ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടി, അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തു. മൈക്കൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കുറച്ച് ടൈമായി നമ്മൾ വെയിറ്റ് ചെയ്യണു. പലരും പല സ്ഥലത്തേക്കായിട്ട് പോയി, കുറച്ചുപേര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ കണ്ടന്റ് ക്രിയേറ്റർ പ്രെയറിന് പോയേക്കോ, അപ്പൊ ആള് വന്നിട്ട് വേണം. ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെ ജീവിതം ഭയങ്കര സുഖകരമാണ്, ഭയങ്കര ലക്ഷറി ആന്നൊക്കെയാണ് പറയുന്നത്. നിൻസിക്ക് എന്താ തോന്നുന്നത്? ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ പൊടിക്കാറ്റ് വന്നാലും ശരി, ഇനിയിപ്പോ സുനാമി വന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ പോകണം, വരണം, വീഡിയോസ് എടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം എന്നാലാണ് നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന്. നല്ല വെയിലാണ്. അതാണ് കേട്ടോ നമ്മുടെ സർക്കിൾ മാള്. നമ്മൾ ലൊക്കേഷനിലേക്കാണ് ഇതാ പോണത്. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ, ഇത്ര അടുത്താണ്. നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്, അല്ലാതെ വേറെ ഇല്ലാത്തതൊന്നും നമ്മൾ പറയാറില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. സോ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ പ്ലോട്ടിലാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ബാക്കിൽ കാണുന്നതാണ് ഹെസ സ്ട്രീറ്റ് വരുന്നുണ്ട് അവിടെ. പിന്നെ നോക്ക്, അവിടെ നെസ്റ്റോ എന്ന് എഴുതി വെച്ചില്ലേ, അതാണ് നമ്മുടെ സർക്കിൾ മാള് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇപ്പൊ ഇവിടെയൊക്കെ ഒരു 1 ബെഡ്റൂമിന് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള 1 ബെഡ്റൂമിന് പോകുന്ന റേറ്റ് തന്നെ 1.2, 1.4 ഒക്കെയാണ്. അവിടെയാണ് നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു 1 ബെഡ്റൂമിന് വെറും 700K ദിർഹംസിൽ കിട്ടുന്നത്, 30% ഡിസ്കൗണ്ട്. അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഷെയർ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൊക്കേഷൻ, ഞാൻ ഓൾറെഡി ഇവിടെ വന്നതാണ് ലൊക്കേഷനിൽ. പക്ഷെ ഒന്നുകൂടിയും എനിക്ക് തോന്നിയൊന്ന് കാണിക്കാമെന്ന്, കാരണം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോ പറയുന്ന കാര്യങ്ങള് പഠിച്ചിട്ട് വ്യക്തമായിട്ട് തന്നെയായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ എന്തെങ്കിലും കാര്യങ്ങള്, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.